ഹലോ ഗൈസ്, വെൽക്കം മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാനൊരു പ്രത്യേക തരം ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരും പാലക്കാടും മാത്രമാണ് കണ്ടുവരുന്നത്. നല്ല കാറ്റ്, ഇവിടേക്ക് വൃശ്ചികക്കാറ്റ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. എങ്കിലും വൃശ്ചികം കഴിഞ്ഞിട്ട് ഇത് കുറേ നാൾ നീണ്ടു നിൽക്കും. ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചിരുന്നത് ഇത് കേരളം മൊത്തമായിട്ട് ഉണ്ടാവും എന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടുവരുന്നതാണല്ലോ. ഇപ്പം ഞാൻ കോട്ടയത്തേക്ക് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അവിടെയൊന്നും ഇല്ലയെന്ന്. അവർക്ക് അറിയേയില്ല വൃശ്ചികക്കാറ്റ് എന്താണെന്ന് പോലും അവർക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നത് എറണാകുളത്താണ് കല്യാണത്തിന് മുമ്പ്. അപ്പോഴും അവിടെ ഈ ക്ലൈമറ്റ് കണ്ടിട്ടില്ലേ, നമ്മളവിടെ സ്റ്റേ ആണല്ലോ, എന്നിട്ട് നമ്മളിത് കണ്ടിട്ടില്ലേ. അപ്പോഴൊന്നും വലിയ കാര്യത്തിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവരോടൊക്കെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കേരളം മൊത്തമായിട്ട് ഇല്ലെന്ന്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് തൃശ്ശൂരും പാലക്കാടും മാത്രമാണ് കണ്ടുവരുന്നതെന്ന്. ഇത് ഏകദേശം വരുന്നത് നവംബർ ഹാഫോട് കൂടിയിട്ടാണ്. അത് നീണ്ടു നിൽക്കുന്നത് ഫെബ്രുവരി മാർച്ച് വരെയാണ്. ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആടി ഉല്ലയി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ ഇങ്ങനെ ഇളം കാറ്റ് വീശുന്ന പോലെയല്ല, നന്നായി ആടി ഉലയുന്നുണ്ടായിരിക്കും. പിന്നെ ഈ നവംബർ ഡിസംബറൊക്കെ ആയതുകൊണ്ട് കരിയിലകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഈ കരിയിലകളൊക്കെ ആകെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരിക്കും താഴെയും. പിന്നെ ഇങ്ങനെ കാറ്റ് നല്ല ശക്തിയിലാണ് വീശുക. അപ്പം നമ്മൾക്കിത് ഈ ഒരു ടൈമിലൊരു പ്രത്യേകതരം ഫീലാണ്. നല്ല തണുപ്പും അതുപോലെ തന്നെ കൂടെ തന്നെ നല്ല കാറ്റും. രാവിലെയൊക്കെ ഇങ്ങനെ അയ്യപ്പനായിട്ട് വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും, ഈ സമയത്താണല്ലോ അത്. അപ്പോൾ വ്രതം എടുക്കുന്നവർക്കൊക്കെ നല്ല തണുപ്പായിരിക്കും രാവിലെ എനിക്ക് കുളിക്കുമ്പോഴും. പിന്നെ ശരണം വിളികൾ, അങ്ങനെയൊക്കെ. ഈ ശരണം വിളികളും പിന്നെ ഈ ഒരു ക്ലൈമറ്റും പിന്നെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മയാണ്. കുട്ടിക്കാലം മുതലേ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ആ സമയത്തൊക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴും അങ്ങനെ ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ളൊരു നൊസ്റ്റാൾജിയൊക്കെ ഉള്ളൊരു സീസണാണിത്. മാത്രമല്ല ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ് ഈ സീസൺ. നല്ല ഒരു മൂടൽമഞ്ഞ്, രാവിലെ എണീക്കുമ്പോൾ നല്ല മൂടൽമഞ്ഞ്, അതുപോലെ നല്ല ഇളം കാറ്റ്. രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. പിന്നെ ഈ കാറ്റ് വീശി വീശി ഫുൾ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ, നിറച്ച് മരങ്ങളിങ്ങനെ നല്ല ശക്തിയായ സൗണ്ടോട് കൂടിയിട്ടാണ് ഈ കാറ്റിങ്ങനെ വീശുക. അതിനൊരു പ്രത്യേക ഫീലാണത്. നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഈ ക്ലൈമറ്റ് കഴിയണ ഒരു സൂപ്പറാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വലിയും, ചുണ്ടും കവളൊക്കെ ഇങ്ങനെ വലിയും. അപ്പം ഇങ്ങനെ ലിപ് ബാം, നീവിയ, അതുപോലെ തന്നെ പലതരം ക്രീമുകൾ. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ടത് സെബോളിനാണ്, ഒരു ബ്ലൂ കളറിൽ. അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഈ ക്ലൈമറ്റിൻ്റെ ഓർമ്മയാണ്. നല്ല അടിപൊളി സ്മെല്ലാണ് അത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ബാഗിൽ അതുണ്ടായിരിക്കും, ബോയ്സിൻ്റെ കയ്യിൽ അടക്കാതുണ്ടായിരിക്കും അതിൻ്റെ സ്മെല്ല് കാരണം. അപ്പോൾ അതൊരു നൊസ്റ്റു സ്മെല്ലും കൂടിയാണത്. അപ്പോൾ ഈ സെബോളിൻ്റെ സ്മെല്ല് എവിടെ കേട്ടാലും ഈ ഒരു കാലഘട്ടമാണ് മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. ഇങ്ങനെയുള്ള പല ടൈപ്പ് ക്രീമുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പ്രായഭേദമന്യേ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത്. കാരണം എന്താ വെച്ചാൽ കുട്ടികളും ഇത് യൂസ് ചെയ്യുന്നത് കാണാം, കുട്ടികൾക്ക് പരട്ടി കൊടുക്കുന്നത് കാണാം, കൊച്ചു കുട്ടികൾക്ക്. അതുപോലെ പ്രായമായവർ പരട്ടുന്നത് കാണാം. ഈ കയ്യിലും കാലിലും അങ്ങനെ കഴുത്തിലൊക്കെ പരട്ടിയിട്ട് ആണ് ഡെയിലി നടക്കുക. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ പരട്ടണം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഈ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് നമ്മളിതൊക്കെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വതവേ ഈ പ്രായമായവർക്ക് ഈ ക്രീമും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ പരട്ടണം നമ്മൾ കാണില്ലല്ലോ. പ്രായമായവരിങ്ങനെ ബ്യൂട്ടി ഐറ്റംസൊക്കെ പരട്ടിയിട്ടൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എല്ലാവരും പരട്ടും. എന്താ വെച്ചാൽ നല്ല വലിയുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ആൾക്കാരിത് പരട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. അങ്ങനെ ഈ തണുത്ത കാറ്റും ഈ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ, ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റും ഇതാണ്. നമ്മളിപ്പോൾ സമ്മറാകുമ്പോൾ നല്ല വേനൽ വെയിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ മൺസൂൺ ആകുമ്പോൾ നല്ല മഴ പെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വിഷു ആകുമ്പോൾ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ. അതെല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ ഈ ഏപ്രിൽ മാസത്തിൽ. ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് നല്ല വെയിലുദിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴക്കാർ ഇങ്ങനെ വന്നിങ്ങനെ മൂടും. അതൊരു 2 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പം തന്നെ വെയിലുദിക്കും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടി ഇവിടെ ഉണ്ട്. അത് ഈ ഏപ്രിൽ വിഷുക്കാലത്താണ് അത് കൂടുതൽ അത് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു തരം കിളിയുടെ ശബ്ദമൊക്കെ. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളുള്ള, നമുക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്ന കുറച്ച് ക്ലൈമറ്റുകളൊക്കെ നമ്മുടെ എല്ലാ വർഷവും ഇവിടെ തൃശ്ശൂർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു ക്ലൈമറ്റാണ് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ
നല്ല ശക്തിയായ ശബ്ദത്തോടു കൂടി ശക്തിയായി വീശുന്ന കാറ്റാണിത്. അതാണ് ഈ കാറ്റുകാലത്തിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഈ കാറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നത് വാളയാർ ചുരം കടന്നാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈവനിങ്ങും രാത്രിയും എല്ലാ സമയത്തും ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ വൃശ്ചികക്കാറ്റ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം വാളയാർ ചുരം കടന്ന് ഇങ്ങോട്ട് എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. കറക്റ്റ് നവംബർ ഹാഫോട് കൂടിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് ശരിക്കും ഫെബ്രുവരി മാർച്ച് ഒക്കെ കൂടിയിട്ടാണ് ഇത് കഴിയുക. അതുവരേക്കും നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബെൻഡാവും എന്ന് പറയില്ലേ, അത്രയും എഫക്റ്റാണ് ഈ കാറ്റിന്. അത്ര എഫക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡാവുക, നിറച്ച ഇലകൾ അങ്ങനെ പാറിപ്പറന്ന് നടക്കുക. പിന്നെ മുളകളൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ആടി ഉലയണ ശബ്ദം ഇങ്ങനെ കേൾക്കാം. നമുക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിലൊക്കെ ഈ ആടി ഉലയുന്ന ഈ ശബ്ദം ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ കേൾക്കാം. അത്രയും സൂപ്പറാണ് ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സമയത്താണ് അയ്യപ്പൻ്റെ സീസൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശവിളക്ക്, അയ്യപ്പൻ വിളക്ക് ഒക്കെ, താലപ്പൊലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ സമയത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ മാത്രമല്ല പൂരങ്ങളുടെ ഒരു തുടക്കം, തൃശ്ശൂർ പൂരം ആകുമ്പോഴേക്കും പൂരങ്ങളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ സമയത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പൂരങ്ങളുടെ ഒരു കാലഘട്ടം, പൂരത്തിൻ്റെ സീസൺ തുടങ്ങുന്നതും ഈ സമയത്താണ്. പിന്നെ അതോട് കൂടിയിട്ട് തന്നെ ഈ ക്ലൈമറ്റിൽ മഞ്ഞും ഉണ്ടാവും രാവിലെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസായി, ന്യൂ ഇയറായി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുതുമയുടെ ഒരു തുടക്കം ഒക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മന്ത്സ് 2 പാർട്ടായിട്ടാണ് ഈ സീസൺ വരുന്നത്. നവംബറും ഡിസംബറും ഒരു വർഷത്തിലും ജനുവരിയും ഫെബ്രുവരിയും വേറൊരു വർഷത്തിലും, അങ്ങനെയാണ് 2 മാസങ്ങളായിട്ട് ആണ് ഈ സീസൺ വരുന്നത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ സീസൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ തൃശ്ശൂരിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കോട്ടയത്ത് പോയപ്പോൾ അവിടെ വേറെ ക്ലൈമറ്റ് ഉണ്ട്, ഒരുപാട് ക്ലൈമറ്റുകൾ വേറെ, നല്ല തണുപ്പാണ് അവിടെ. തൃശ്ശൂരൊക്കെ നല്ല ചൂടുള്ള സമയത്തും അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴും നല്ല തണുത്തിരിക്കുന്ന ക്ലൈമറ്റൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ജില്ലകളിലും ഉണ്ടായിരിക്കും പ്രത്യേകതരം ക്ലൈമറ്റുകൾ, നമ്മൾ അറിയാത്ത ക്ലൈമറ്റുകൾ. അത് നമ്മളവിടെ പോയി നിന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വേറെ നാട്ടിൽ ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള വല്ല ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ബൈ നെക്സ്റ്റ് വീഡിയോ.